2025 ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 30,000-ഓളം വരുന്ന സായുധ സേനാംഗങ്ങളും പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനാംഗങ്ങളും 2 ദിവസങ്ങളിലായി വത്തിക്കാനിൽ നടന്ന സായുധ സേനാംഗങ്ങളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കുചേർന്നു. ജൂബിലി ആഘോഷത്തിന്റെ കേന്ദ്രമായിരുന്ന ജൂബിലി ദിവ്യബലി മധ്യേ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ധൈര്യശാലികളായ സാക്ഷികളായിരിക്കുവാൻ സായുധ സേനാംഗങ്ങളെ ഫ്രാൻസിസ് പാപ്പ ക്ഷണിച്ചു. അനാരോഗ്യം മൂലം ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് മാസ്റ്റർ ഓഫ് സെറമണീസ് ആർച്ച് ബിഷപ്പ് ഡീഗോ റാവില്ലിയാണ് പാപ്പായുടെ സന്ദേശം തുടർന്ന് വായിച്ചത്. സായുധ സേനകളുടെയും പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജൂബിലി ആഘോഷിക്കുമ്പോൾ പ്രത്യാശയുടെ സന്ദേശം ഇന്ന് നമ്മോടൊപ്പമുണ്ടെന്ന് പാപ്പായുടെ സന്ദേശത്തിൽ പറയുന്നു. രാഷ്ട്രങ്ങളെ സംരക്ഷിക്കുക, സുരക്ഷ നിലനിർത്തുക, നിയമസാധുതയും നീതിയും ഉയർത്തിപ്പിടിക്കുക എന്ന ഉന്നത ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് സായുധ സേനാംഗങ്ങളും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും. ക്രമസമാധാനം നിലനിർത്താൻ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നന്മയ്ക്ക് എല്ലാറ്റിനെയും ജയിക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതായി പാപ്പ പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചാപ്ലയന്മാരായി പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വം ചരിത്രത്തിൽ നിർഭാഗ്യവശാൽ ചില സമയങ്ങളിൽ സംഭവിച്ചതുപോലെ വികൃതമായ യുദ്ധങ്ങളെ അനുഗ്രഹിക്കുക എന്നതല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യമായി നിങ്ങളുടെ കൂടെ ആയിരിക്കുക എന്നതാണെന്നും പാപ്പ പറഞ്ഞു. ധാർമ്മികവും ആത്മീയവുമായ പിന്തുണയുടെ സ്രോതസ് എന്ന നിലയിൽ ചാപ്ലൈൻമാർ ഓരോ ചുവടിലും നിങ്ങളെ അനുഗമിക്കുകയും സുവിശേഷത്തിന്റെ വെളിച്ചത്തിലും പൊതുനന്മയുടെ അന്വേഷണത്തിലും നിങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപകട സാധ്യതകൾ പരിഗണിക്കാതെ സായുധ സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പാപ്പ നന്ദി പ്രകടിപ്പിച്ചു. ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനും അനേകം ജീവിതങ്ങളെ നിരന്തരം സംരക്ഷിക്കുന്നതിനും സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രവർത്തനങ്ങളും പാപ്പ അനുസ്മരിച്ചു. അവസാനമായി വിദ്വേഷം വളർത്തുകയും ലോകത്തെ ശത്രുക്കളും മിത്രങ്ങളുമാക്കി വിഭജിക്കുകയും ചെയ്യുന്ന വിഷലിപ്തമായ പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനും പാപ്പ സുരക്ഷാ സേനാംഗങ്ങളെ ആഹ്വാനം ചെയ്തു.